ഹായ് ഓൾ, ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കപ്പ ബിരിയാണിയാണ്. അതിനായിട്ട് 2 സവാള, കുറച്ച് ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി എന്നിവ എടുക്കണം. അത് കഴിഞ്ഞ് സവാളയും ചെറിയ ഉള്ളിയും ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് 2 കപ്പ എടുത്ത് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂര എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് പാൻ എടുത്ത് ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ആദ്യം കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചതിടണം. പിന്നെ വെളുത്തുള്ളി ഇടണം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്യണം. പിന്നെ ചെറിയ ഉള്ളിയും ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തു വച്ചിരുന്ന ചൂര ഇതിലോട്ട് ആഡ് ചെയ്തു. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു കുക്കറിൽ മരച്ചീനി എടുത്ത് വേവിക്കണം. വേവിച്ച് കഴിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ഉരുളി എടുത്ത് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നു. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ ഉരുളിയിൽ തന്നെ നേരത്തെ ഉണ്ടാക്കി ഗ്രേവി ആഡ് ചെയ്തിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരത്തെ വേവിച്ച് വെച്ച കപ്പ അതിലോട്ട് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വച്ചിരുന്ന തേങ്ങയും അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് അടച്ച് വെച്ച് തിളപ്പിക്കണം. ഇതൊന്ന് തിളച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ ഫിഷ് കപ്പ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ചിനോട് ഉള്ള ഒരു അടിപൊളി വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.